അതെ, കിംബോയിനെ ആർക്കും അറിയാത്ത ആ കാര്യമില്ല, അതാണ് കിംബോയി. ഓരോ സിനിമ റിലീസ് ആവുന്ന സമയത്തും ഇങ്ങനെയുള്ള കുറെ ആളുകളെ നമ്മൾ സഹിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് വല്ലാത്തൊരു കഷ്ടമാണ്. ഇത് മനഃപൂർവ്വം ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഇവരെ വളർത്തിയെടുക്കുന്ന എന്നുള്ളതാണ്. ഈ പറയുന്ന കിംബോയി എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അയാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ചികിത്സിച്ച് മാറ്റിക്കുക എന്നല്ലാതെ ഇമ്മാതിരി ഊളത്തരം അയാളെ വെച്ച് കാശാക്കുന്ന പരിപാടികൾ അത് ശരിക്കും മോശപ്പെട്ട പരിപാടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കുറെ ഇപ്പൊ ഇദ്ദേഹത്തിനെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത്, അതായത് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും ഒരു വല്ലാത്ത ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് സിനിമയ്ക്ക് ഓരോ റിവ്യൂ പറയുക. എന്താടോ നമ്മളെ നാട് വരെ പോക്കെ. ഈ പറഞ്ഞ കിംബോയുടെ യഥാർത്ഥ ഒരു രൂപവും യഥാർത്ഥ ഒരു ഭാവവും യഥാർത്ഥ ഒരു ശബ്ദവും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു 2 ക്ലിപ്പ് ഉണ്ട്. ആദ്യം ഇദ്ദേഹത്തിന് സിനിമ റിവ്യൂ പറയാന് നല്ലപോലെ അറിയാം എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം കാണിച്ചു തരാം. അങ്ങനെ ഇന്ന് നമ്മുടെ ഇളയ ദളപതി വിജയുടെ വാരിസ് പോയി കണ്ട് ഫസ്റ്റ് ഹാഫ് എബോവ് ആവറേജ് ഫീൽ ആയിട്ടാണ് തോന്നിയെങ്കിലും നല്ല തന്നെ സെക്കൻഡ് ഹാഫ് പൊളിച്ചിറക്കി. ഫസ്റ്റ് ഹാഫും സൂപ്പർ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊണ്ട് പൊളിച്ചിറക്കി. നല്ല ഫൈറ്റ് സീക്വൻസുകളും എല്ലാം കൊണ്ട് പോകണം. നല്ലൊരു ഫാമിലി എന്റർടൈനറും കൂടെയാണ് പടം. നല്ലൊരു ബേസ് ചെയ്യാനായിട്ട് പോകണം. പടത്തെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെ കൂടെയാണ് വാരിസ്. ഓക്കെ, നല്ല വൃത്തിയിൽ സിനിമയുടെ റിവ്യൂ പറയാൻ അറിയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലാണ് വ്യത്യസ്തമാവുള്ളൂ എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്ത് മനഃപൂർവ്വമാണ് കിംബോയി എന്ന് പറയുന്ന ആള് ഇത് കാണിച്ചു കൊടുക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് കോമാളി കെട്ടിയതാണ്, മനഃപൂർവ്വം കെട്ടിയെന്ന് ഉറപ്പാ. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളെ കുറെ ആളുകൾ ഇയാളെ പതുക്കെ എങ്ങനെ പൊക്കി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. എല്ലാ അസുഖമാണെങ്കിൽ ഞാൻ പറയുന്നു അയാളെ വല്ല ഡോക്ടറെയും കാണിച്ചത് മാറ്റിയെടുക്കുക എന്നുള്ളത്, അല്ലാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല. എന്താണ് കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഉപയോഗിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി വേറെ ഒരു ശബ്ദം കൂടിയുണ്ട്, അതും കൂടിയും കേട്ടാ ഇദ്ദേഹം പൂർണ്ണമായിട്ടും ആക്ട് ചെയ്യാണെന്ന് നമുക്കറിയാം. ഒന്ന് കേൾക്കാം. എന്റെ ചങ്കിന്റെ ചങ്കായ എല്ലാവരോടും ഞാൻ പറയുന്നു, എല്ലാ ചങ്കുകളോടും ഞാൻ പറയുന്നത്, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് വൈകുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമ്മുടെ ലോറൻസും പീറ്റസും ജാൻസിയും നമ്മുടെ പുതിയ ആദരം ഗ്ലോറിയും ഒക്കെ വരുന്നതായിരിക്കും. ഗ്ലോറിയൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും, ചുമ്മാറിയല്ല. ഓക്കെ, പിന്നെ എല്ലാവരും വരും, മാർട്ടിനും എല്ലാവരും വരുന്നതായിരിക്കും. ഓക്കെ. ആൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ലടോ. മനഃപൂർവ്വം ഇങ്ങനെ വരുന്ന കോമാളി, ഞാൻ കോമാളിയാണ് എന്ന് പറയുക, ഞാൻ കോമാളിയാണ് അതുപോലെ കാണിച്ചു കൂട്ടുക, ഇതൊക്കെ എന്തിനാണ് എന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മീഡിയാസിന് എന്താ ഞാൻ പറയണ്ടത്, യൂട്യൂബേഴ്സിന് എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെ ഉപയോഗിക്കരുത്. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്തെന്നറിയാം. അയാളെ പഴയ വീഡിയോസ് പോയിട്ട് ഇൻസ്റ്റയിൽ പോയാൽ അറിയാം. കുറെ നല്ല വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് മുന്നേ ഇയാളെ ഇമ്മാതിരി ഓവറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഡാൻസ് കാണിച്ച് വെറുപ്പിച്ച് പണ്ടറടങ്ങിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു പരിപാടി. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ ഇയാള് മനഃപൂർവ്വം അല്ല ചെയ്യുന്നതെന്ന്? പൂർണ്ണമായിട്ടും അത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അയാൾ മനഃപൂർവ്വം തന്നെയാണ് ഇവിടെയുള്ള ആളുകളെ ഏമാത്തിക്കൊണ്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഓരോരുത്തർ ജീവിക്കാൻ അവരെ വഴി ഉണ്ടാക്കുന്നു. പക്ഷെ ഇങ്ങനെ ആളുകളെ പൂർണ്ണമായിട്ടും പൊട്ടനാക്കാതെ സ്വയം ചികിത്സ വല്ലതും നടത്താൻ ശ്രമിക്കുക നല്ലത്. അല്ലാതെ ഇത് എനിക്കിന്ന് കണ്ടപ്പോ ശരിക്കും സങ്കടമായി തോന്നിയിട്ട്. അയാള് കൂടെ കുറെ ആളുകളുണ്ട്, ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷെ പെരേരയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ചെറിയ ഒരു ലൂസിബിരി കുറവുണ്ടെങ്കിൽ പോലും കുറച്ച് ബുദ്ധിയാണ്. ഇതും ബുദ്ധിപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഒരുപാട് എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സിനിമ റിലീസ് ആവുന്ന സമയത്തും ഓരോന്നും പറഞ്ഞ് ഇറങ്ങി വന്ന് ഇമാതിരി ഊളത്തരം കാണിച്ചിട്ടാണ് പോവുക. ശരിക്കും ഇവരെ വളർത്തി ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ യൂട്യൂബേഴ്സ്, ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ആണ്. ശരിക്കും അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരുപാട് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നോക്കാണ്ട്. അതിന്റെ ഇടയിൽ ഇയാളുടെ പിന്നാലെ ക്യാമറയും പിടിച്ചിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഊളത്തരം കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇനി നിങ്ങളെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഊള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ഇറങ്ങണം, ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണെന്നാ. ഇയാൾക്കല്ല പ്രശ്നം, അത് എന്റർടൈൻമെന്റ് ആയി കാണുന്നവരുടെ പ്രശ്നമാണ്. കാരണം
ഇയാൾക്ക് ചിലപ്പോ വേറെ കുറെ ആളുകൾ വരുന്നുണ്ടാവും, അവർക്ക് ഈ ചിലപ്പോൾ മെന്റലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണിച്ച് പരിശോധിക്കാന്നല്ലാതെ അവരെ ലൈഫ് വെച്ച് കളിക്കുന്നത് ശരിയല്ല. ഇയാളൊരു വീഡിയോയിൽ ഞാൻ കണ്ടു, 35 വയസ്സായിട്ടും പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു സങ്കടം പറഞ്ഞൊരു വീഡിയോ കൂടി ഉണ്ടായിരുന്ന ആളുടെ. ഓക്കെ, അപ്പൊ ആൾക്ക് അതിലും സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനെ കാണിച്ചു കൂട്ടി നടന്നിട്ടുണ്ടെങ്കിൽ എവിടുന്ന് പെണ്ണ് കിട്ടാനാണ്? പൈസ ഉണ്ടാക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ ഓരോ ചാനലുകൾ ഇന്റർവ്യൂവിന് ഇയാളെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഫണ്ട് ഉണ്ടാക്കാം, അത്ര തന്നെ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇനിയും ഇങ്ങനെ ഇയാളെനെ വെച്ചിട്ട് ഇങ്ങനെ കാശാക്കണ ആ ഒരു പരിപാടി അത് അവസാനിപ്പിക്കണം. കാരണം അതൊരു വൃത്തികെട്ട പരിപാടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമാ തിയേറ്ററിലേക്ക് ഇപ്പൊ എറണാകുളം ഭാഗത്തൊന്നും സിനിമയ്ക്ക് ആരും കയറാൻ തന്നെ തോന്നാത്ത അവസ്ഥയാണ്. കാരണം ഈ റിവേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് കാണിച്ച് കൂട്ടല്, തുള്ളിച്ചാടലും കാട്ടിക്കൂട്ടലും, എന്റെ പൊന്നോ കാലം പോയൊരു പോക്ക്. എന്തായാലും കൊള്ളാം. ഇനിയും ഇയാളെ വെച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകളുടെ മനോവികാരം നമ്മളൊന്ന് നോക്കേണ്ടത് നല്ലതാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം. വീണ്ടും വീണ്ടും ഓരോരോ വിഷയങ്ങൾ കിട്ടുമ്പോൾ വരാം. തലവേദനയാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ കണ്ടതാണ്, കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ചെയ്തതാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.